എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരന്റിംഗ് എന്നത് ഒരു ശാസ്ത്രമല്ല, മറിച്ച് അതൊരു കലയാണ്. ശാസ്ത്രത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരേ കണ്ണും ഒരേ മൂക്കും ഒരേ ചെവിയുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തീർപ്പുകളും എല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും. അതായത് എല്ലാ രോഗങ്ങൾക്കും ഒരേ മരുന്ന്. എന്നാൽ കല ക്രിയേറ്റിവിറ്റിയാണ്. അത് സംവദിക്കുന്നത് ബുദ്ധിയോടല്ല, ഹൃദയത്തോടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പറച്ചിൽ ഓരോ കുട്ടിയോടും അവന്റെ ഭാഷയിലായിരിക്കും. നല്ല പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളോട് വർത്തമാനം പറയണം, എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം, തമ്മിൽ അറിയാനും അടുക്കുവാനും. അതിലും വലിയൊരു മരുന്ന് ഈ ലോകത്തിൽ വേറെയില്ല. കുട്ടികൾക്ക് എന്തും തുറന്നു പറയുവാനുള്ള, ഏത് നേരത്തും വന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. അടച്ചിട്ട വാതിലുകൾ വീട്ടിലെ മുറികൾക്ക് മതി, മനസ്സുകൾക്ക് വേണ്ട. ഇങ്ങനെ കുട്ടികൾക്ക് എപ്പോഴും മുട്ടി വിളിക്കുവാനും തുറന്നു പറയുവാനുമുള്ള ഒരിടമായി വീടും വീട്ടുകാരും മാറുമ്പോൾ പ്രശ്നങ്ങൾ പടിക്ക് പുറത്താവും, വീടൊരു സ്വർഗമാവും. ഇതിനുള്ള സമയം മാതാപിതാക്കൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ തീരൂ. അത് കഴിഞ്ഞു മതി ബാക്കി എന്തും എന്നവർ തീരുമാനിക്കണം. ഒരായുസ് മുഴുവൻ അവർ കഷ്ടപ്പെടുന്നത് മക്കൾക്കു വേണ്ടിയാണ്. എന്നിട്ടും ഒടുവിൽ അതിൻ്റെ ഫലം കിട്ടാതെ പോയാൽ അതിലും വലിയൊരു നഷ്ടം വേറെയുണ്ടോ? മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിക്കണം. എന്നാൽ അത് അവരോട്ട് അറിയാനും പാടില്ല. അവർ വീട്ടിലായാലും പുറത്തായാലും എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാൻ കഴിയണം. എന്നുവെച്ച് ഒരു ക്യാമറയുമായി 24 മണിക്കൂറും നിങ്ങൾ അവരുടെ പിറകെ നടക്കണം എന്നല്ല. ഇവിടെ ക്യാമറയാകേണ്ടത് നിങ്ങളുടെ കണ്ണുകളല്ല, മനസ്സാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പോക്കുവരവുകൾ അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം തന്നെ മതി. അതിനുള്ള സെൻസും സെൻസിബിലിറ്റിയും നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ ഒരു നല്ല അമ്മയാണെങ്കിൽ, അച്ഛനാണെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടായിരിക്കും. കുട്ടികൾ അതെത്ര ചെറിയവരായാലും അവരെ വിശ്വാസത്തിലെടുക്കണം. അവർ കള്ളമാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതറിഞ്ഞ ഭാവം നടിക്കരുത്. കേസ് മുഴുവൻ കേൾക്കും മുമ്പേ വിധി പറയരുത്. വിശ്വാസം ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. ശത്രുവിന് മാത്രമല്ല, ഉപയോഗിക്കുന്നവരും ചിലപ്പോൾ പരിക്ക് പറ്റിയെന്നിരിക്കും. നമ്മോട് കള്ളം പറഞ്ഞിട്ടും നാം അവരെ വിശ്വസിച്ചു എന്നവരറിഞ്ഞാൽ പിന്നെ പൊറുതികേട് അവർക്കാണ്. ആ വിശ്വാസം അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കും. ഒടുവിൽ അവർ തന്നെ വന്ന് നമ്മോട് സത്യം പറയും. അപ്പോൾ ക്ഷമയോടെ, സഹനത്തോടെ അവരെ കേൾക്കുക. സ്നേഹത്തോടെ, സഹാനുഭൂതിയോടെ അവരോട് പെരുമാറുക. കഴിഞ്ഞതെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുക. അത് അവരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം അത്ഭുതാവഹമായിരിക്കും. പിന്നീട് ഒരിക്കലും അവർ നിങ്ങളോട് കള്ളം പറയാൻ മുതിരില്ല. അതവർക്ക് നൽകുന്ന സന്ദേശം എന്നും അവരോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. കുട്ടികളുടെ കൂട്ടുകാരാവുക. അച്ഛനമ്മമാർ അവരുടെ യജമാനന്മാരല്ല. ഗുഡ് പാരൻസ് ആർ ഗുഡ് ഫ്രണ്ട്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പണ്ട് സായിപ്പ് പറഞ്ഞത് വെറുതെ അല്ല. എന്തും തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം, എന്തും പങ്കുവെക്കുവാനുള്ള അവകാശം, ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏത് ബന്ധവും ബന്ധനമാവില്ല. അമിതമായ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ മക്കൾക്ക് മാതാപിതാക്കളോട് ബഹുമാനം കുറയുമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്തമാണ്. ആ കാലം കഴിഞ്ഞുപോയി. വാതിലിന് മറഞ്ഞിരുന്ന് അച്ഛനോട് സംസാരിച്ചിരുന്ന മക്കളുടെ തലമുറ കടന്നുപോയി. സ്ലേറ്റ് പെൻസിലിനു പോലും അമ്മയുടെ റെക്കമെൻഡേഷൻ വേണ്ടിയിരുന്ന കുട്ടികളും ഇന്നില്ല. പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെയാവണം പാരന്റിങ്. പൂവറിയാതെ പൂവിന്റെ സത്ത് പുറത്തെടുത്ത് അത് പൂവിന്റെ നന്മക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന പൂമ്പാറ്റയുടെ സൂത്രവിദ്യ. കുട്ടികളെ വളർത്തുകയാണെന്ന് അവരറിയാതെ വളർത്തണം. സ്വാഭാവികമായ ഒരു പ്രക്രിയയായി അത് മാറണം. അടിച്ചും ഇടിച്ചും
തൊഴിച്ചുമല്ല, തോളിൽ കൈയിട്ട് ചേർത്തു നിർത്തി കൂട്ടിപ്പിടിച്ച് കൂടെ കൂട്ടുക. അങ്ങനെ കുട്ടികളിലെ നന്മകൾ പുറത്തെടുക്കുക. അത് 100 ഇരട്ടിയായി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. കയറാൻ പ്രയാസമുള്ള ഒരു പർവ്വതമല്ല പാരന്റിങ്. കാണുന്തോറും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പൂങ്കാവനമാണ്.